1952 ആദ്യ തിരഞ്ഞെടുപ്പിൽ ബാബാ സാഹിബ് അംബേദ്കർ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും മറ്റൊരു തൊട്ടുകൂടാത്ത നാരായൺ സാഹേബ കജറോഗർ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തപ്പോൾ കജറോഗർ ബാബാ സാഹിബ് അംബേദ്കറെ കാണാൻ പോയി. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ബാബാ സാഹിബ് അംബേദ്കറോട് പറഞ്ഞു, "സർ, ഇന്ന് ഞാൻ തിരഞ്ഞെടുപ്പ് വിജയിച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ട്." അപ്പോൾ ബാബാ സാഹിബ് അംബേദ്കർ ചോദിച്ചു, "നിങ്ങൾ വിജയിച്ചു, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്തു ചെയ്യും? നിങ്ങളുടെ ജോലി എന്തായിരിക്കും?" അപ്പോൾ കജറോഗർ പറഞ്ഞു, "ഞാൻ എന്തു ചെയ്യും? എൻ്റെ പാർട്ടി പറയുന്നതെന്തും ഞാൻ ചെയ്യും." അപ്പോൾ ബാബാ സാഹിബ് അംബേദ്കർ ചോദിച്ചു, "നിങ്ങൾ ഒരു ജനറൽ സീറ്റിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ജയിച്ചോ?" അപ്പോൾ അയാൾ പറഞ്ഞു, "ഇല്ല, ഭരണഘടനയിൽ നൽകിയിരിക്കുന്ന നിങ്ങളുടെ അവകാശത്തിന് കീഴിൽ നിങ്ങളുടെ ദയയാൽ ഞാൻ വിജയിച്ച ഒരു സംവരണ സീറ്റിൽ നിന്നാണ് ഞാൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്." ബാബാ സാഹിബ് അംബേദ്കർ കജറോഗർക്ക് ചായ കൊടുത്തു സംസാരിച്ചിട്ട് പിരിഞ്ഞു. അയാൾ പോയതിനു ശേഷം ബാബാ സാഹിബ് ചിരിച്ചു. അപ്പോൾ നാൻകൻ ചന്ദ് രേട്ടു ചോദിച്ചു, "സർ, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്?" അപ്പോൾ ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞു, "അയാൾ തന്റെ സമുദായത്തെ നയിക്കുകയും പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നതിന് പകരം പാർട്ടിയുടെ ഹരിജനായി മാറിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ സമുദായത്തിലെ MP-മാരും MLA-മാരും അവരുടെ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നതിന് പകരം പാർട്ടികളുടെ ഹരിജൻ നേതാക്കളായി മാറിയിരിക്കുന്നു." ബാബാ സാഹിബ് അംബേദ്കർ 1952 തന്നെ ഇത് പറഞ്ഞിരിക്കുന്നു. അത് ഇന്നും അർത്ഥവത്താണെന്ന് തെളിയിക്കപ്പെടുന്നു. എന്തേ, ശരിയല്ലേ? 1952 കജറോഗറെ പോലെ ആയിരക്കണക്കിന് നേതാക്കൾ ഈ ആധുനിക ഇന്ത്യയിൽ SC പ്രമോട്ടർ മുതൽ പഞ്ചായത്ത് കോർപ്പറേഷൻ ഇന്ന് ഇന്ത്യൻ പ്രസിഡന്റായി ഇരിക്കുന്നവർ അയാൾ ചെയ്ത കാര്യമല്ലേ നടത്തി